നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം എന്നിവയെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടിവരുമെന്ന കാര്യത്തിൽ സംശയമില്ല. വലിയ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കാത്തിരിക്കരുത്. ചെറിയ തുടക്കങ്ങളാണ് വലിയ മാറ്റങ്ങളുടെ ആദ്യപടി. ചെറുതെന്ന് തോന്നുന്ന കർമ്മങ്ങളെല്ലാം ഒരുമിക്കുമ്പോൾ അളന്നെടുക്കാൻ സാധ്യമല്ലാത്ത വലുപ്പത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. മോശം ഭൂതകാലമുള്ള മനുഷ്യരാണ് നല്ല ഭാവികാലം സൃഷ്ടിക്കുന്നത്. ജീവിതത്തിൽ വേദന അനിവാര്യമാണെന്ന ലളിതമായ സത്യം ഉൾക്കൊള്ളാൻ നിങ്ങൾ ആദ്യം തയ്യാറാകണം. പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല. ആഗ്രഹങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം വേണ്ടിവരും. ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. നല്ലൊരു സമയം വരുന്നതും കാത്തിരിക്കരുത്. ഏറ്റവും അനുയോജ്യമായ സമയം എന്നൊന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ അത് ചെയ്യുക. ലക്ഷ്യങ്ങളാണ് നമ്മെ ആവേശത്തോടെ നിലനിർത്തുന്നത്. നാളേക്കായി പ്രതീക്ഷിക്കുക. നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് മത്സരിക്കേണ്ടത്. ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് വേണ്ടത്. കൃത്യമായ ലക്ഷ്യത്തോടൊപ്പം തീർച്ചയുള്ള പദ്ധതികളുമുണ്ടെങ്കിൽ ഒരാശയത്തെ ധനമാക്കി മാറ്റാനാകും. ജീവിതത്തിലെല്ലാം ശരിയായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയിരുന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് ചെയ്തു തുടങ്ങുക. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് കണ്ടാൽ ലക്ഷ്യം മാറ്റരുത്. എത്തിച്ചേരാനുള്ള വഴികളെക്കുറിച്ച് മാറ്റി ചിന്തിക്കുക. ഓരോ പ്രഭാതത്തിലും നാം പുനർജനിക്കുന്നു. ഇന്ന് നാം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. സഞ്ചരിച്ച ദൂരത്തേക്കാൾ പ്രധാനമാണ് ഇനി സഞ്ചരിക്കാനുള്ള ദൂരം. എല്ലാം ഒറ്റയ്ക്ക് നേരിടാൻ പഠിക്കുക. കാരണം ഈ ലോകത്ത് നിന്നേക്കാൾ നന്നായി മറ്റാർക്കും നിന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് പ്രവൃത്തികൾ നയിക്കും. വലിയ കാര്യമായി തോന്നാത്തതുകൊണ്ട് ചെറിയ മാറ്റങ്ങളെ നാം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ അല്പം പണം സൂക്ഷിച്ചതുകൊണ്ട് നിങ്ങൾ കോടീശ്വരനാവാൻ പോകുന്നില്ല. 3 ദിവസം അടുപ്പിച്ച് ജിമ്മിൽ പോയാൽ നിങ്ങൾ മെച്ചപ്പെടില്ല. ഇന്ന് രാത്രി 1 മണിക്കൂർ ഇംഗ്ലീഷ് പഠിച്ചാൽ നിങ്ങൾ ആ ഭാഷയിലെ പണ്ഡിതനാവില്ല. ചെറിയ മാറ്റങ്ങളുടെ ഫലം പെട്ടെന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട് ആ ശീലങ്ങൾ ഉപേക്ഷിച്ച് പഴയ രീതികളിലേക്ക് തിരിച്ചു പോകരുത്. എങ്ങനെയാണ് പഠിക്കുന്നത്? നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് ശരികൾ ചെയ്യാൻ പഠിക്കുന്നത്. താഴെ വീണുകൊണ്ടാണ് നമ്മൾ നടക്കാൻ പഠിക്കുന്നത്. വീഴുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും നടക്കാൻ പഠിക്കില്ല. ലക്ഷ്യത്തെക്കുറിച്ച് ഒരു പ്ലാൻ എഴുതി വെക്കണം. അത് നേടിയെടുക്കുന്നതുവരെ അതിനുള്ള പരിശ്രമം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ലക്ഷ്യം നേടിയെടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അതിനായി നിരന്തരം പ്രവർത്തിക്കണം. പരിശ്രമിച്ച് പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കണം. വീണ്ടും വീണ്ടും ശ്രമിക്കണം. ജയിക്കുന്നതുവരെ ശ്രമിക്കണം. വിജയിക്കണമെങ്കിൽ അതിജീവിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിവരുന്ന കാലത്തോളം പ്രവർത്തിക്കാനുള്ള കഴിവ് തീർച്ചയായും നേട്ടങ്ങൾ നൽകുന്നതാണ്. കോമ്പൗണ്ടിങ്ങിലൂടെ വർഷങ്ങൾ ആഗ്രഹങ്ങളുടെ വളർച്ചയ്ക്കായി നൽകണം. ഇത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചെയ്യുന്ന ജോലികളുടെയും ബന്ധങ്ങളുടെയും കാര്യത്തിലും സത്യമാണ്. സഹനശക്തിയാണ് പ്രധാനം. നമ്മുടെ സ്വന്തം വ്യക്തിത്വം പലപ്പോഴായി മാറുമെന്ന കാര്യം കണക്കിലെടുത്ത് ഓരോ ഘട്ടത്തിലും